നമസ്കാരം. ദേശീയ തലത്തിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് എങ്ങനെയും ഒന്ന് പൊളിച്ചടക്കാൻ കഴിഞ്ഞ 6-7 വർഷമായി കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇതാ വീണ്ടും ഒരു കനത്ത പ്രഹരം ലഭിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഏക രക്ഷകൻ ചമഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യത്ത് ഒരു വലിയ ജൻസി ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ അതിനൂതന ലബോറട്ടറിയിൽ വേവിച്ചെടുത്ത തന്ത്രങ്ങൾക്കാണ് മോദി സർക്കാർ ഇത്തവണ കുറ്റമറ്റ രീതിയിൽ പുനഃപരീക്ഷ നടത്തി 8ന്റെ പണി കൊടുത്തത്. 22.7 ലക്ഷം വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും പരീക്ഷ കഴിഞ്ഞ് സമാധാനത്തോടെയും സന്തോഷത്തോടെയും വീട്ടിലിരിക്കുമ്പോൾ ആകെ സങ്കടത്തിലായത് പരീക്ഷ എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങാൻ പ്രാർത്ഥിച്ചിരുന്ന പാവം പ്രതിപക്ഷമാണ്. ഇനി നീറ്റിനെ തൊട്ടാൽ കളി മാറും മോനെ എന്ന് കേന്ദ്രം തെളിയിച്ചിരിക്കുന്നു. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ രാഹുൽജിയുടെ കഠിനാധ്വാനം കണ്ട് ആരുടെയും കണ്ണ് നിറഞ്ഞു പോകും. 2020 കോവിഡ് വന്നപ്പോൾ കുട്ടികൾക്ക് വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ് എന്ന് പറഞ്ഞ് പരീക്ഷയെ വേണ്ടെന്ന് വെക്കാൻ അദ്ദേഹം ഉറഞ്ഞു തുള്ളിയിരുന്നു. ലക്ഷ്യം വളരെ സിമ്പിൾ ആയിരുന്നു: വിദ്യാർത്ഥികളുടെ കണ്ണിലുണ്ണിയാവുക, കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കുക. 2021 അടുത്ത അടവിറക്കി. കുട്ടികൾക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ലത്രേ, അതുകൊണ്ട് പരീക്ഷ നീട്ടിവെക്കണം. സോഷ്യൽ മീഡിയയിൽ PR ഏജൻസികളെ വിട്ട് വൻ ക്യാമ്പയിൻ തന്നെ നടത്തി. എന്നാൽ 2022-ലും 2023-ലും ഈ പരീക്ഷാ സമ്മർദ്ദമൊക്കെ എങ്ങോട്ടോ പോയി. കാരണം അന്ന് പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ട് ഭാരത് ജോഡോ യാത്ര നടത്തുന്ന തിരക്കിലായിരുന്നത് കൊണ്ട് നീറ്റ് പരീക്ഷയെക്കുറിച്ച് മിണ്ടാൻ മൂപ്പർക്കൊട്ടും സമയമുണ്ടായിരുന്നില്ല. പൊതു തിരഞ്ഞെടുപ്പിൽ മോദി വീണ്ടും വന്ന് ഭരണം പിടിച്ചതോടെ 2024 സെപ്റ്റംബറിൽ രാഹുൽജി വീണ്ടും പഴയ നീറ്റ് വിരോധവുമായി ഉഗ്രവീര്യത്തോടെ രംഗത്തിറങ്ങി. ഇത്തവണ പാവപ്പെട്ടവരെ തഴഞ്ഞ് പണക്കാർക്ക് വേണ്ടിയാണ് നീറ്റെന്നായിരുന്നു കണ്ടുപിടുത്തം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന പ്രക്രിയയിൽ ഉൾപ്പെട്ടിരുന്ന ചില അധ്യാപകർ പണത്തിന്റെ പ്രലോഭനത്തിൽ വീണ് ക്രമക്കേട് നടത്താൻ നോക്കിയതിനെ രാജ്യത്തെ ഏറ്റവും വലിയ പാതകമാക്കി ചിത്രീകരിച്ച് പാർലമെന്റിലും സോഷ്യൽ മീഡിയയിലും ധർമ്മേന്ദ്ര പ്രധാനെതിരെ വലിയ വീരവാദമാണ് അദ്ദേഹം മുഴക്കിയത്. 2025 ഒരു വിദ്യാർത്ഥിനിയുടെ ദൗർഭാഗ്യകരമായ ആത്മഹത്യയെ പോലും രാഷ്ട്രീയമായി മുതലെടുക്കാൻ രാഹുലും കൂട്ടരും മടിച്ചില്ല. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ചു കാട്ടി പരീക്ഷയെ റദ്ദാക്കണമെന്ന പതിവ് പല്ലവി അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ 2026-ലെത്തുമ്പോൾ ഈ നാടകം അതിന്റെ പരകോടിയിലെത്തി നിൽക്കുകയാണ്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പേപ്പറുകളിലെ ചോദ്യങ്ങൾ ചോർത്താൻ ചിലർ ശ്രമിച്ചതിനെ വലിയൊരു വിപ്ലവമാക്കി മാറ്റാനായിരുന്നു ശ്രമം. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ആർക്കു വേണ്ടിയാണ് ഈ കരയുന്നത്? തമിഴ്നാട്ടിലെ DMK നേതാക്കൾ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ മുതലാളിമാർക്ക് സ്വന്തമായി മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്ന ആ നല്ല കാലം തിരിച്ചു പിടിക്കാനല്ലേ കഷ്ടപ്പാട്? അന്ന് മെറിറ്റുള്ള പാവം കുട്ടികളെ ചവിട്ടി പുറത്താക്കി കോടികളുടെ തലവരിപ്പണവും കോഴയും വാങ്ങി പണക്കാരുടെ മക്കൾക്ക് സീറ്റ് ലേലം വിളിച്ച് വിറ്റിരുന്ന ഒരു കറുത്ത കാലമുണ്ടായിരുന്നു ഇവിടെ. കുട്ടികൾക്ക് ഒരൊറ്റ സീറ്റിനായി പല സംസ്ഥാനങ്ങളുടെ 100,000 പരീക്ഷകൾ എഴുതി കാശ് കളയേണ്ടിയും വന്നു. എന്നാൽ കേന്ദ്രീകൃത നീറ്റ് പരീക്ഷ വന്നതോടെ ആ രാഷ്ട്രീയ മെഡിക്കൽ മാഫിയകളുടെ നെഞ്ചത്താണ് ഇടിവീണത്. തുല്യമായ പരീക്ഷാ നിലവാരവും സുതാര്യതയും വന്നതോടെ പാവപ്പെട്ടവന്റെ മിടുക്കരായ മക്കളും ഇന്ന് യാതൊരു കോഴയും നൽകാതെ ഡോക്ടർമാരാകുന്നു. വിഷയങ്ങളിൽ ആഴത്തിൽ അറിവുള്ളവർക്ക് മാത്രമാണ് ഈ പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കുക. മാത്രമല്ല, ദേശീയ തലത്തിൽ കേന്ദ്രീകൃത പരീക്ഷ നടത്തുമ്പോൾ തുല്യമായ പരീക്ഷാ നിലവാരം കൊണ്ടുവരാൻ സാധിക്കും. കേന്ദ്രീകൃത പരീക്ഷയാകുമ്പോൾ പരീക്ഷാ മൂല്യനിർണ്ണയവും വിവിധ സംസ്ഥാനങ്ങളിലെ പരീക്ഷാ ബോർഡുകളുടെ ഭിന്നതകളില്ലാതെ നടത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ മെച്ചം. ഈ മികച്ച സംവിധാനത്തെ തകർത്ത് വീണ്ടും പഴയ സ്വകാര്യ മെഡിക്കൽ ലോബികൾക്ക് കോടികൾ കൊയ്യാനുള്ള വഴിയൊരുക്കാനല്ലേ രാഹുൽ ഈ പപ്പറ്റ് കളി കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ ഒക്കുമോ? നീറ്റ് ഒരു വാണിജ്യ പരീക്ഷയാണെന്ന് കുറ്റപ്പെടുത്തുന്ന രാഹുൽ യഥാർത്ഥത്തിൽ പഴയ വാണിജ്യ ലോബികൾക്ക് വേണ്ടിയാണ് വക്കാലത്ത് പിടിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ കേന്ദ്ര സർക്കാരിനെതിരെ അസംതൃപ്തി പടർത്താൻ നോക്കിയ പ്രതിപക്ഷത്തിന്റെ മുഖത്തടിച്ച പോലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് കേന്ദ്രം ഇത്തവണ ഒരുക്കിയത്. കള്ളക്കളി നടത്താൻ നോക്കിയ പ്രതിപക്ഷ സൈബർ വിങ്ങിനും ചോദ്യപേപ്പർ ചോർത്തുന്ന ലോബികൾക്കും വൻ തിരിച്ചടിയായി. നുണകളും വ്യാജ ചോദ്യപേപ്പറുകളും കാട്ടുതീ പോലെ പ്രചരിപ്പിക്കുന്ന ടെലഗ്രാം ആപ്പ് പരീക്ഷാ ദിവസങ്ങളിൽ രാജ്യത്ത് അപ്പാടെ നിരോധിച്ചു. ശത്രുക്കളുടെ കളി അവിടെ തന്നെ തീർന്നു. അതുമാത്രമല്ല, കള്ളക്കളി നടക്കാതിരിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യേക ഹെലികോപ്റ്ററുകളിലാണ് പരീക്ഷാ പേപ്പറുകൾ സുരക്ഷിതമായി ഓരോ കേന്ദ്രങ്ങളിലും കൃത്യസമയത്ത് എത്തിച്ചത്. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും കണ്ണിമയ്ക്കാതെ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ തെറ്റായ ഇലക്ട്രോണിക് സിഗ്നലുകളെ തുരത്തുന്ന അത്യാധുനിക ജാമറുകളും എല്ലാ കോണുകളിലും സ്ഥാപിച്ചിരുന്നു. ഉപഗ്രഹ നിരീക്ഷണങ്ങൾ വരെ നടത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും രഹസ്യാന്വേഷണ ഏജൻസികളുടെ ശക്തമായ മേൽനോട്ടത്തിൽ നടത്തിയ പരീക്ഷ വൻ വിജയമായി മാറി. ഇതോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വ്യാജ പ്രചാരകർ സോഷ്യൽ മീഡിയയിൽ കെട്ടിപ്പൊക്കിയ നുണക്കഥകളുടെ കോട്ട പാടെ തകർന്നടിഞ്ഞു. വൈകിയെത്തിയ വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിൽ കടത്തിവിടാത്ത സംഭവങ്ങൾ പെരുപ്പിച്ചു കാട്ടി സമരക്കാർ വിവാദം ഒന്ന് ആളിക്കത്തിക്കാൻ നോക്കിയെങ്കിലും പരീക്ഷ നടത്തിപ്പിലെ കുറ്റമറ്റ കണിശത എല്ലാവരെയും തൃപ്തരാക്കി മാറ്റി.
യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും ഈ നീക്കങ്ങൾ വെറും രാഷ്ട്രീയ വൈരാഗ്യം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ സുസ്ഥിരമായ വിദ്യാഭ്യാസ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ്. വിദേശ ഏജൻസികളുടെ അജണ്ടകൾക്കനുസരിച്ച് തുള്ളുന്ന ഇത്തരം നേതാക്കൾ രാജ്യത്തെ മിടുക്കരായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് സ്വന്തം സ്വാർത്ഥ ലാഭത്തിനായി പന്താടുന്നത്. പാവപ്പെട്ടവരും സാധാരണക്കാരനും തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു കേന്ദ്രീകൃത സംവിധാനത്തെ തകർക്കാൻ നോക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഇവിടെ വീണ്ടും തുറന്നുകാട്ടപ്പെടുന്നത്. കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിട്ട് എത്ര തവണ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചാലും ഒടുവിൽ സത്യം തന്നെ വിജയിക്കുമെന്ന് ഈ പരീക്ഷാ നടത്തിപ്പിലൂടെ വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. പൊതുസമൂഹം ഇന്ന് കോൺഗ്രസിന്റെ ഇത്തരം കുൽസിത നീക്കങ്ങളെ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികൾക്ക് ഇന്ത്യയിൽ നിന്നും കുഴലൂത്ത് നടത്തുന്ന പ്രതിപക്ഷത്തിന്റെ മുഖംമൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീണത്. ഭാരതത്തിലെ യുവതലമുറ ശാസ്ത്ര സാങ്കേതിക രംഗത്തും മെഡിക്കൽ രംഗത്തും കൈവരിക്കുന്ന വൻ പുരോഗതിയെ പിന്നോട്ടടിക്കുക എന്ന ഗൂഢലക്ഷ്യം മാത്രമാണ് രാഹുലിന്റെ ഇത്തരം നിലപാടുകൾക്ക് പിന്നിലുള്ളത്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അന്തസ്സോടെ പഠിക്കാനുള്ള സാഹചര്യമൊരുക്കുന്ന മോദി സർക്കാരിനെതിരെ വ്യാജവാർത്തകൾ ചമയ്ക്കുന്നവരുടെ താവളങ്ങൾ ഒന്നൊന്നായി തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കാലം കഴിഞ്ഞുവെന്ന് കോൺഗ്രസ് എപ്പോഴാണ് മനസ്സിലാക്കുക? പ്രതിപക്ഷത്തിന്റെ എല്ലാ കുപ്രചാരണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നേറുന്ന ഈ പുതിയ ഇന്ത്യയിൽ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് രാഹുൽ ഗാന്ധി ഓർക്കുന്നത് നന്നായിരിക്കും. വെറും സോഷ്യൽ മീഡിയ പ്രകടനങ്ങൾ കൊണ്ടോ വ്യാജ വാർത്തകൾ പരത്തുന്ന ചാനലുകളെ കൂട്ടുപിടിച്ചോ ജനങ്ങളുടെ മനസ്സിൽ ഭീതി വിതയ്ക്കാൻ നോക്കിയാൽ അത് ഇനി നടപ്പില്ല. രാജ്യത്തെ പരീക്ഷാ സംവിധാനങ്ങളെ അടിമുടി പരിഷ്കരിക്കാനും കൂടുതൽ സുതാര്യമാക്കാനും കേന്ദ്ര സർക്കാർ കാണിച്ച ഈ ആർജവം സമാനതകളില്ലാത്തതാണ്. ഓരോ പരീക്ഷാ കേന്ദ്രത്തിലും വിദ്യാർത്ഥികളുടെ സുരക്ഷയും ചോദ്യപേപ്പറുകളുടെ രഹസ്യ സ്വഭാവവും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഹൈടെക് സാങ്കേതിക വിദ്യകൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ്. മെഡിക്കൽ സീറ്റുകൾ പണമുള്ളവർക്ക് മാത്രം സ്വന്തമായിരുന്ന ആ ഒരു ഇരുണ്ട കാലത്തെ ഇല്ലാതാക്കാൻ രൂപീകരിച്ച നീറ്റ് പരീക്ഷയെ ഏതു വിധേനയും തകർക്കാൻ ശ്രമിക്കുന്നവരുടെ അന്ത്യം വളരെ ദയനീയമായിരിക്കും. ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്കായി ഏത് ഭരണകൂടമാണ് നിലകൊള്ളുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്തരം വ്യാജ ക്യാമ്പയിനുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ജനക്ഷേമകരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പ്രതിപക്ഷം തയ്യാറാകണം. ഇല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ വിപ്ലവാത്മക മാറ്റങ്ങൾ സാധാരണക്കാരായ മാതാപിതാക്കളുടെ വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് കോടികൾ കൈക്കൂലി കൊടുക്കാൻ മാത്രമില്ലാത്തതിന്റെ പേരിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന എത്രയോ മിടുക്കരായ വിദ്യാർത്ഥികൾ ഇന്ന് രാജ്യത്തിന്റെ അഭിമാനമായ ഡോക്ടർമാരായി മാറിക്കഴിഞ്ഞു. ഈ ഒരു നേട്ടത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നിലപാടുകൾ തികച്ചും ജനദ്രോഹപരമാണ്. ലോബികളെയും മാഫിയകളെയും പൂർണ്ണമായും അടിച്ചമർത്തിക്കൊണ്ട് മെറിറ്റിന് മാത്രം മുൻഗണന നൽകുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ സുശക്തമായ തീരുമാനങ്ങൾക്ക് രാജ്യം ഒരൊറ്റ മനസ്സോടെ കട്ട സപ്പോർട്ട് നൽകുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് രാഷ്ട്രീയ നാടകം കളിക്കുന്ന പ്രതിപക്ഷത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഇരട്ടത്താപ്പ് ഇന്ത്യൻ യുവത്വം കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ലോബികളെ അടിച്ചമർത്തി മെറിറ്റ് മാത്രം മാനദണ്ഡമാക്കുന്ന മോദി സർക്കാരിന്റെ ഈ കണിശതയ്ക്ക് രാജ്യം ഒരൊറ്റ മനസ്സോടെ ബിഗ് സല്യൂട്ട് നൽകുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ രാഷ്ട്രീയ അട്ടിമറി നീക്കങ്ങളെയും കേന്ദ്ര സർക്കാരിന്റെ ഹൈടെക് സുരക്ഷയെയും നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.